blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നു. തിങ്കളാഴ്ച മുതൽ പ്രോഗ്രസീവ് ഗോഡ് അല്ലെങ്കിൽ പുരോഗതി നൽകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്നലെയും ഇന്നും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശങ്ങളാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇതിലൂടെ എല്ലാം കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഫ്രാൻസിസ് ആൻഡ് ലത. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഫ്രാൻസിസിനെയും ലതയെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഫാദർ, വി റിലീസ് മാരിറ്റൽ ബ്ലെസ്സിങ്സ് അപ്പോൺ ദം, ഫാമിലി ബ്ലെസ്സിങ്സ് അപ്പോൺ ദം in all the ways, Father. Lord, fill them with your presence, fill them with your glory, fill them with joy, and also, Father, fill their house, fill their family with answers to prayers of Father. കർത്താവെ, ഉള്ളിൽ ആഗ്രഹിക്കുന്നത് പോലും അങ്ങ് സാധിപ്പിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, മകൻ പോളിനായി പ്രാർത്ഥിക്കുന്നു, മകൾ താരയ്ക്കായി പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ലോ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ആ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, ഇരുവർക്കും നല്ല ഭാവി നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഫ്രാൻസിസ് ആൻഡ് ലത. മേ ഗോഡ് ബ്ലെസ് യു. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന, അപ്പോൾ തന്നെ പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹമില്ലാത്ത ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു കുടുംബമാണ് അടുത്ത സ്പോൺസർ. നമുക്ക് ചേർന്ന് ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം, ഞങ്ങൾ ചേർന്ന് ആ കുടുംബത്തിലെ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഷുഗർ പ്രോബ്ലം മാറട്ടെ. കർത്താവെ, വൈഫിനായി പ്രാർത്ഥിക്കുന്ന എല്ലാ ജോയിൻറ്റ് പെയിനും സൗഖ്യമാകട്ടെ. ഫാദർ, വി റിലീസ് ഓൾ ദ ഫാമിലി ബ്ലെസ്സിങ്സ് അപ്പോൺ ദം. മകൾക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ നാമത്തിൽ അവർക്ക് പൈതങ്ങൾ പിറക്കട്ടെ. ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തൻ്റെ സ്വഭാവത്തിൻ്റെ മേൽ വലിയ ദൈവിക അനുഗ്രഹം വരട്ടെ. താങ്ക് യു ലോർഡ്. കൂടാതെ കർത്താവെ, വിവാഹം എത്രയും വേഗം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ പിതാവിനായി പ്രാർത്ഥിക്കുന്ന ആരോഗ്യത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ നിലകളിലും ഈ കുടുംബത്തെ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആൻഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ് ടു ദാറ്റ് വെൽ വിഷർ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ കേരളത്തിലും പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിലൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം സ്പോൺസർ ചെയ്യാം. ഒത്തിരി നിലകളിൽ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുവഹിക്കാൻ സാധിക്കും. ഞായറാഴ്ചകളിലുള്ള ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അതിൻ്റെ എല്ലാം റിവാർഡ് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുക. തുടർന്ന് നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു കപ്പ് ചായയോ കാപ്പിയോ ഒക്കെ നേരത്തെ എടുത്തു വെച്ച് ബൈബിളും നോട്ട്ബുക്കുമായി റെഡിയായിരിക്കുക. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മിറക്കിൾസ് ടുഡേ കണ്ട ശേഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. യോഹന്നാൻ 1:12 എൻ്റെ തിരിച്ചറിയൽ കാർഡാണ്. ആ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാമോ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ.
ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചവരെല്ലാം ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ഗോഡ്. ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ മേൽ സാത്താന് നിയമപരമായി ഒരു അവകാശവുമില്ല, അധികാരവും ഇല്ല. പക്ഷെ ഇങ്ങനെ വിശ്വസിക്കുന്നവർ പോലും തിരിച്ച് വിശ്വസിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിശ്വസിക്കും, ഞാനിപ്പോൾ യേശുവിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇനി സാത്താൻ എന്നെ വെറുതെ വിടുകയില്ല, സാത്താൻ ഇതിലെ വരും അതിലെ വരും, എന്നെ വല്ലാതെ ഉപദ്രവിക്കും, വീട്ടിൽ കയറി എൻ്റെ പിള്ളേരെ പിടിക്കും. ഒരിക്കലുമില്ല. കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്, കണ്ണിലെ കൺമണി പോലെ ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും, ഒന്നിനും നിന്നെ ഒരു ദോഷവും ചെയ്യാൻ സാധ്യമല്ല, ദുഷ്ടന് നിന്നെ തൊടാൻ സാധ്യമല്ല, പാമ്പിനോ തേളുകൾക്കോ ശത്രുവിന്റെ ഒരു ബലത്തിനുമോ നിന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:27 കുറിച്ചു വെക്കുക. അതിൽ പറയുന്നത് ഇങ്ങനെയാ: all of you who were baptized into Christ have clothed yourselves with Christ. ക്രിസ്തുവിലേക്ക് സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അടുത്തൊരു അനുഭവമാണ് അവിടെ പറയുന്നത്, ക്രിസ്തുവിനെ ധരിക്കുന്ന അനുഭവം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഷർട്ട് ഇടുന്നത് പോലെ, ചുരിദാർ ധരിക്കുന്നത് പോലെ, സാരി ചുറ്റുന്നത് പോലെ യേശുവിനെ എടുത്ത് ധരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുമ്പോൾ ആരെ ധരിച്ചുകൊണ്ടാ ജീവിക്കേണ്ടത്? യേശുവിനെ ധരിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾക്ക് എന്നെ നോക്കുമ്പോൾ എൻ്റെ ശരീരം കാണാൻ സാധ്യമല്ല. കാരണം എന്താ? വസ്ത്രം ശരീരത്തെ മറച്ചിരിക്കുക. ഇതുപോലെ നിങ്ങളെ യേശു മറച്ചു പിടിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഒന്നിനും നിങ്ങളെ തൊടാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ധരിക്കാൻ കഴിയും. പ്രധാന വ്യക്തികളൊക്കെ ചിലപ്പോൾ പൊതുദർശനത്തിന് വരുമ്പോൾ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരും. അങ്ങനെയുള്ള കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ വെടിയുണ്ട ഏൽക്കാത്ത ഒരു ജാക്കറ്റ് ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ? വലിയ വലിയ ആളുകളൊക്കെ. ഇതുപോലെ ഓരോ ദൈവ പൈതലിനും ദൈവം തന്നിട്ടുള്ള ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ട്. അതാണ് യേശു കർത്താവ്. ഗലാത്യർ 3:27 നമ്മൾ വായിച്ചു, നാം എല്ലാവരും സ്നാനമേൽക്കുമ്പോൾ ക്രിസ്തുവേശുവിനെ ധരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അകത്തൂടെ ബുള്ളറ്റിന് പോകാൻ സാധ്യമല്ല, വെടിയുണ്ടയ്ക്ക് പോകാൻ സാധ്യമല്ല, ഒരു മിസൈലിന് പോകാൻ സാധ്യമല്ല, ഒരു അസ്ത്രത്തിന് പോകാൻ സാധ്യമല്ല. അവൻ അത് തടുത്തുകൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താ ചെയ്യേണ്ടത്? ഷർട്ട് ഇട്ടാൽ മാത്രം പോരാ, സാരി ഉടുത്താൽ പോരാ, ഡ്രസ്സ് ഇട്ടാൽ പോരാ, പിന്നെ എന്തുകൂടെ ചെയ്യണം? യേശുവിനെ നമ്മൾ ധരിച്ചുകൊണ്ട് വേണം പോകാൻ. ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വിശ്വാസത്താൽ. വിശ്വസിക്കണം. ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുക. ഞാൻ എങ്ങനെയാ പോകാൻ പോകുന്നത്? ചുമ്മാ ഷർട്ട് ഇട്ടിട്ടല്ല പോകാൻ പോകുന്നത്. ഞാൻ യേശുവിനെ കൂടെ ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. പുതിയ നിയമത്തിൽ സകല കാര്യം വിശ്വാസത്താൽ മാത്രമേ നടക്കൂ. എബ്രായർ 11:6 പറയുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24:49 വാക്യം വായിക്കുമ്പോൾ യേശു പറയുന്ന വേറൊരു കാര്യം, ഐ എം ഗോയിങ് ടു സെൻഡ് യു വാട്ട് മൈ ഫാദർ ഹാസ് പ്രോമിസ്ഡ്, ബട്ട് സ്റ്റേ ഇൻ ദ സിറ്റി until you have been clothed with power from on high. എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്തത് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, എന്നാൽ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ താമസിക്കുവിൻ. അടുത്തൊരു കാര്യമാ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം. വീണ്ടും എടുത്ത് ധരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, പിതാവിനോട് കേട്ട വാക്തത്വമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉയരത്തിൽ നിന്ന് വന്ന് ക്ലോത്ത്
ധരിക്കുന്നത് പോലെ നമുക്ക് ധരിക്കാൻ കഴിയും. ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു, യേശുവിനെ നമ്മൾ ധരിക്കണം. അത് കൂടാതെ ഒരു കാര്യം കൂടെ ധരിച്ചുകൊണ്ട് വേണം പുറത്തിറങ്ങാൻ. എന്താ ധരിക്കേണ്ടത്? ഉയരത്തിൽ നിന്നുള്ള ശക്തി. പഴയ നിയമത്തിൽ ഇതെല്ലാവർക്കും കിട്ടില്ലായിരുന്നു. വല്ലപ്പോഴുമൊക്കെ ചില പ്രവാചകന്മാർക്കും ചില പുരോഹിതന്മാർക്കും അഭിഷിക്തന്മാർക്കൊക്കെ ദൈവത്തിൻ്റെ ഒരു ശക്തിയും അഭിഷേകവും കിട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. എന്നാൽ അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായം 17 മുതൽ ഇങ്ങോട്ട്, 1-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് കാലഘട്ടത്തിൻ്റെ ഒരു ചേഞ്ച് വന്നു. കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ കാലഘട്ടങ്ങളിൽ സകല ശരീരങ്ങളുടെ മേലും ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ പകരും എന്ന് മാത്രമല്ല, അതൊരു പവർ ജാക്കറ്റ് ആയിരിക്കും. ഒരു വലിയൊരു ശക്തിയുടെ ആവരണം ദൈവം നിനക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് ആർക്ക് കിട്ടും? പുരുഷന്മാർക്ക് മാത്രമാണോ? നോ. അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് സകല ശരീരങ്ങളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവിടെ പറയുന്നതിന് ശേഷം നിന്റെ പുത്രന്മാരും പുത്രിമാരും എന്ന് വെച്ചാൽ പെൺമക്കൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ, യുവതികൾ സകലരുടെ മേലും കർത്താവ് പകരും. യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. പ്രായാധിക്യമുള്ള വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേൽ കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എന്ന് വെച്ചാൽ മുതലാളിയുണ്ട്, തൊഴിലാളിയുണ്ട്. മുതലാളിയുടെ മേലും കർത്താവ് തൻ്റെ ശക്തിയെ പകരും, തൊഴിലാളിയുടെ മേലും കർത്താവ് തൻ്റെ ശക്തിയെ പകരും. ഹല്ലേലൂയ. സകലർക്കും ധാരാളമായി ദൈവം തൻ്റെ ശക്തിയെ പകരുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉയരത്തിൽ നിന്നുള്ള ശക്തി വേണം? യേശുവിന് അത് വേണമായിരുന്നു, അപ്പസ്തോലന്മാർക്ക് അത് വേണമായിരുന്നു, സകലർക്കും അത് വേണം. ഇതിൻ്റെ പേരാണ് പവർ ജാക്കറ്റ്. എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്? ഒരു ശക്തിയുടെ ആവരണം നമ്മുടെ മേൽ കർത്താവ് ഇടാൻ പോകുകയാണ്. ഇത് ഉണ്ടെങ്കിലുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, ഏതെങ്കിലും ആയുധം അഥവാ ഇങ്ങോട്ട് വന്നാലും ഈ പവർ ജാക്കറ്റിൽ തട്ടുമ്പോൾ അത് റെപ്പൽ ചെയ്ത് തിരിച്ചു പോകും. ഒരായുധവും നിനക്ക് ഫലിക്കുകയില്ല. നിനക്കെതിരെ ഒരു വഴിയായി വരുന്ന ശത്രുക്കൾ 2 വഴിയായിട്ടല്ല, 3 വഴിയായിട്ടല്ല, 4 വഴിയായിട്ടല്ല, 5 വഴിയായിട്ടല്ല, 7 വഴികളിലൂടെ ചിതറിപ്പോകും. അതുപോലെ ദൈവം നിന്നെ സൂക്ഷിക്കും. അങ്ങനെ ഒരു ശക്തി ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. 105-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം വായിക്കുന്നു, Do not touch my anointed ones, do my prophets no harm. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്നൊരു കൽപ്പന ദൈവത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞിനെയും തൊടാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷകരെ തൊടാൻ നീ ആര്? ചോദിക്കുവാൻ ഒരുവൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. ചിലരൊക്കെ പറയും, എനിക്ക് വേണ്ടി വാദിക്കാൻ, എനിക്ക് വേണ്ടി നിൽക്കാൻ ആരുമില്ല. ആരാ പറഞ്ഞത്? ആർക്കുമില്ലാത്തവർക്ക് വേണ്ടി, ആരുമില്ലാത്തവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. അവൻ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാണ്. നിന്നെ സൂക്ഷിക്കുന്നൊരു സ്വർഗം. അവൻ സൈന്യങ്ങളുടെ ദൈവം. അവന്റെ ആർമി നിനക്ക് വേണ്ടി ഇറങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പക്ഷെ ഇതൊന്നും അറിയാതെ, ഈ വചനമൊന്നും വായിക്കാതെ നമ്മളിങ്ങനെ പാവം പിടിച്ചിട്ട്, ഈ പാപിയാണേ, പൊടിയാണേ, കൃമിയാണേ, കൊക്കപ്പുഴുവാണ്, എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ജീവിക്കുക. അങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഈ വചനം വായിച്ച് ഓർക്കുക, ദൈവം നിനക്കൊരു തിരിച്ചറിയൽ കാർഡ് തന്നിട്ടുണ്ട്. സാത്താന്റെ ഗുഹയിൽ ചെന്ന് പെട്ടാലും ഈ കാർഡ് കാണിച്ചാൽ നിനക്ക് കൂളായി പുറത്തിറങ്ങി പോകാം. കാരണം അതിൽ എഴുതിയിട്ടുണ്ട്, ഇവൻ എന്റെ പൈതലത്രേ, ഇവനെ തൊടാൻ ഒന്നിനും അധികാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആദരിക്കുന്നത് എന്താ? എലിയാണോ പൂച്ചയാണോ? കർത്താവിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ അകത്തിരിക്കുന്ന ഒരു സിംഹമാണ്. കാരണം യേശു കർത്താവ് യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൽ ജനിക്കുമ്പോൾ നിന്റെ അകത്തൊരു സിംഹമുണ്ട്, ഒരു സിംഹിയുണ്ട്. അതിനെ പൂച്ചക്കുട്ടിയെ പോലെ പാല് കുടിപ്പിച്ച് ഉറക്കി കിടത്തരുത്. പിന്നെ എന്ത് ചെയ്യണം? യഹൂദ ഗോത്രത്തിലെ സിംഹം ഗർജിക്കും. ഒരൊറ്റ ഹല്ലേലൂയ മതി. പിശാച് കെട്ടുന്ന സകല മാറാലയും സകലവും കൂടെ പറഞ്ഞു കീറി നീ പുറത്തു വരും. പണ്ടേ ഒരു സിംഹം അല്പനേരം ഒരു നാപ്പ് വേണമെന്ന് തോന്നുന്നു, ഉച്ചയ്ക്കൊന്ന് ഉറങ്ങാൻ വേണ്ടി.
പുള്ളിക്കാരനൊരു ഗുഹയുടെ അകത്ത് കയറി. ഉറങ്ങിയപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ നോക്കുമ്പോ കാണുന്ന കാഴ്ച, ആ ഗുഹയുടെ ഫ്രണ്ടില് വായുണ്ടല്ലോ, ഗുഹയുടെ വായുടെ അവിടെ ഒരു വലിയ ചിലന്തി 8 കാലി വന്ന് ഒരു വലിയ വല നെയ്ത് ബ്ലോക്ക് ചെയ്തേക്കുക. എന്നിട്ട് എൻ്റെ നടുക്ക് കയറി ഇങ്ങനെ ഇരിക്കുക. ഇരുന്നിട്ട് പറയുന്നത്, എടാ സിംഹരാജാവേ, ഇനി നീ ഒന്ന് പുറത്തിറങ്ങണം, എനിക്കൊന്ന് കാണണം. സിംഹം ഒന്ന് എഴുന്നേറ്റ് ഉറക്കച്ചടവോടുകൂടെ ഒരു കോട്ടുമായിട്ടപ്പോൾ ചിലന്തിയും കാണാനില്ല, വലയും കാണാനില്ല, അവിടെ ഒന്നും, എല്ലാം ക്ലിയറായി. ഒരു ദൈവത്തിന്റെ പൈതൽ താൻ ആരാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ തന്നെ കുറിച്ച് എന്ത് എഴുതിയിരിക്കുന്നു. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേറെ ആരും ഒന്നും പറയണ്ട, എന്നെ കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിട്ടുണ്ട്. ഒരു ശരീരം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, നീ ആരാണ്. നീ ഒരു വീട്ടമ്മയാകാം, ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആകാം, മസ്ദൂർ ആകാം, സ്വീപ്പർ ആകാം, എഞ്ചിനീയർ ആകാം, നീ ആരുമായിക്കോട്ടെ. പക്ഷെ ദൈവം തന്ന തിരിച്ചറിയൽ കാർഡ് കയ്യിലുണ്ടോ? സർവശക്തന്റെ ഒപ്പോടുകൂടെ ദൈവം നിനക്ക് തന്ന തിരിച്ചറിയൽ കാർഡ് കയ്യിലുണ്ടോ? യേശു എന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നീ ധരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പരിശുദ്ധാത്മാവ് നൽകുന്ന പവർ ജാക്കറ്റ് നീ ധരിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ നിന്നെ തൊടാൻ ആരും ഇന്ന് വരെ ജനിച്ചിട്ടില്ല. കാരണം നീ സർവശക്തന്റെ കണ്ണിലുണ്ണിയാണ്. നിന്നെ തൊട്ടാൽ സർവശക്തന്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. Nobody can touch the apple of God's eye. Hallelujah. ഞാൻ ഉറപ്പ് തരാം, നീ നശിച്ചു പോവുകയില്ല. നീ യേശുവിലാണെങ്കിൽ നീ ഉയർന്ന് 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 ഉയർന്ന്. ചിലർ പറഞ്ഞ ഞാൻ താഴ്ന്നാ പോകുന്നത്. പുറത്തെന്തും നടന്നോട്ടെ, പക്ഷെ നിന്റെ അകത്ത് ഒരാത്മാവ്, നിന്റെ അകത്തെ മനുഷ്യൻ ഉയർന്ന് ശക്തി പ്രാപിച്ച് നാൾതോറും ബലപ്പെട്ട് യേശുവിൽ നീ വളർന്നു വരുമ്പോൾ, ഹല്ലേലൂയ. കോട്ടുവായി ഇടാൻ വേണ്ടി സിംഹം വാ തുറന്നപ്പോ തെറിച്ചു പോയില്ലേ, അതുപോലെ ഒരു ഹാലേലൂയ എന്ന് പറയുമ്പോൾ തന്നെ സാത്താൻ 8 കിലോമീറ്റർ അപ്പുറത്ത് എത്തിയിരിക്കും. കാരണം തിരിച്ചറിയണം, നിനക്ക് ദൈവം തന്ന പദവിയെ തിരിച്ചറിയണം, അധികാരത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു കോഴിത്തല കണ്ടു. നമുക്കൊരു 45 ദിവസം ഉപവസിക്കണേ. കാണുന്ന എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. ആവശ്യമുണ്ടോ? കോട്ടുവായിട്ടാ മതി. ഹല്ലേലൂയ. കേട്ടായിരുന്നോ? ചുമ്മാ കോട്ടുവായിട്ടാ മതി, ഇതെല്ലാം പൊക്കോളും. മന്ത്രവാദത്തെ പേടിക്കരുത്, ക്ഷുദ്രത്തെ പേടിക്കരുത്, ആഭിചാരത്തെ പേടിക്കരുത്. ഈ പറയുന്ന എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വക ഒന്നിനെയും നീ ഭയപ്പെടരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് പാമ്പുകളെയും തേളുകളെ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. ജീവനില്ലാത്ത കോഴിത്തലയെ കണ്ടപ്പോഴേ വാല് പൊക്കി പിടിച്ച് ഓടി. പക്ഷേ നിന്നെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാമ്പുകളെയും തേളുകളെയും പിശാചിന്റെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പിതാവ് എനിക്ക് തന്നതുകൊണ്ട് ആ അധികാരത്തിൽ നിന്നും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിൽക്കുന്ന മകളുടെ പേര് സരിത എന്നാണ്. സരിത. ഈ
സഹോദരിയുടെ ജീവിതത്തിൽ യേശു കർത്താവ് 3 രോഗത്തെ മാറ്റിക്കൊടുത്തു. 3 രോഗം. 4 മാസം മുമ്പ് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരീരത്തിൽ അലർജി രോഗമുള്ളവരെ ഒരു സഹോദരിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൾ അത് വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു. അതിനുശേഷം ആ രോഗം യേശു കർത്താവ് പൂർണ്ണമായി മാറ്റി. തന്റെ ശരീരത്തിൽ അത് മുഖാന്തരം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എപ്പോഴും ചൊറിച്ചിലും വല്ലാത്ത പ്രശ്നങ്ങളുമായിരുന്നു. അത് യേശു കർത്താവ് എടുത്തു മാറ്റി. ഈ മഞ്ഞപ്പിത്തം മാറ്റിയത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയിരുന്നു മഞ്ഞപ്പിത്തം കൂടിയത് കൊണ്ട്. പക്ഷേ ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ ഒരു വഴിയുമില്ലായിരുന്നു. തന്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബ്ലെസ്സിംഗ് ടുഡേയിലെ അന്നത്തെ ദിവസം, ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസം, അന്നത്തെ ദിവസത്തെ അത് കാണണമെന്ന് പറഞ്ഞു. തലേദിവസമായിരുന്നു അഡ്മിറ്റ് ആയത്. അന്ന് രാവിലെ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. ആ റെക്കോർഡ് ചെയ്ത ദിവസം ബ്രദർ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് മഞ്ഞപ്പിത്തം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ, ഒരു സഹോദരിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. അത് റെക്കോർഡ് ചെയ്തുകൊണ്ടെന്നാണ് അവിടെ കാണിച്ചത്. ഇപ്പോൾ ഈ മകൾ പറയുന്നത് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമില്ല, അതിൽ നിന്നും പൂർണ്ണമായി തന്നെ ദൈവം വിടുവിച്ചു. ഇതിനിടയിൽ തന്നെയും തന്റെ തുടർച്ചയുള്ള ചുമയും യേശു കർത്താവ് എടുത്തു മാറ്റി എന്നാ പറയുന്നത്. ഒന്ന് പറഞ്ഞ മൊബൈൽ റെക്കോർഡ് ചെയ്തുണ്ടായ സംഭവം ഒന്ന് പറയാം. എനിക്ക് ഇങ്ങനെ അസുഖം കൂടുതലായിട്ടാണ് കൊണ്ടുപോയി. ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. എനിക്ക് കൂടുതലാണെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ ഇനി ലോകത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ 2 മക്കളും വന്ന് നിന്ന് അമ്മ എൻ്റെ കൂടെ വിട്, ഡോക്ടറെ എൻ്റെ കൂടെ വിട്, ഡിസ്ചാർജ് ആക്കിയതാന്നും പറഞ്ഞ് കരയുമായിരുന്നു. അങ്ങനെ ഇരുന്ന് ചൊവ്വാഴ്ച ഞാൻ ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് എനിക്ക് അങ്ങനെ സഹോദരൻ റെക്കോർഡ് ചെയ്ത് ഭർത്താവിനോടാ പറഞ്ഞത്. സഹോദരനാണ് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നത്. രാത്രി ആ ബെഡിൽ കിടന്നുകൊണ്ട് ഈ മൊബൈൽ ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എന്നിട്ട് എൻ്റെ അമ്മാവി ഉണ്ടായിരുന്നു, ചേട്ടനോട് ഞാൻ പറഞ്ഞു വ്യാഴാഴ്ച എനിക്ക് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു. അപ്പം ആയില്ലല്ലോ, ആയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ചൊവ്വാഴ്ച ഞാൻ രാത്രി പ്രാർത്ഥിച്ചു. ബുധനാഴ്ച രാവിലെ ഡോക്ടർ വന്ന് പറഞ്ഞു സരിതയ്ക്ക് ഏകദേശം കുറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഇനി സരിതയ്ക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് രോഗം മാറുമെന്ന് പറഞ്ഞു. ബുധനാഴ്ച ഡിസ്ചാർജ് ചെയ്തു. വ്യാഴാഴ്ച എന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ ബുധനാഴ്ച ഉച്ചയായപ്പോഴത്തേനും ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. ഉള്ള വിശ്വാസം ചെറുതല്ലല്ലോ കർത്താവേ, ഇത് വലിയൊരു വിശ്വാസമാകിയാൽ നന്ദി പറയുന്നു. ഇവളെ അനുഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും ഈ രോഗങ്ങൾ തിരിച്ചു വരാതെ വണ്ണം ഇവളെ സൗഖ്യമാക്കിയതിനായി നന്ദി പറയും. ഇന്ന് അടൂരിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. പല പ്രാവശ്യം TV പ്രോഗ്രാമിലൂടെ കണ്ടിട്ടുള്ള മൈ പ്രെയർ ഡയറി അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന യുണീക്ക് ബുക്ക് ഇതുവരെ കിട്ടി. ഇത് നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായും പണിയും, നിങ്ങളുടെ ജീവിതത്തെ മൊത്തം പണിയും. ഈ പുസ്തകം കിട്ടിയിട്ടില്ലാത്തവർ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആശിഷമാരി എന്ന സന്ദേശങ്ങളുടെ സമാഹാരം സാഹിത്യ രൂപത്തിൽ ഇത് ലഭിച്ചിട്ടില്ലാത്തവർക്കും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേയിൽ കർത്താവെ, പ്രേക്ഷകരായിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ക്ഷയരോഗം സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ, കൊളസ്ട്രോൾ ലെവൽ നോർമലാകട്ടെ, ബ്ലഡ് പ്രഷറും ഷുഗറും യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ചില ദമ്പതികൾ, ചിലരുടെ കാര്യത്തിൽ ഹസ്ബൻഡിനാണ് പ്രശ്നം, കൗണ്ട് കുറവാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ചിലർക്ക് വൈഫിനായിരിക്കും പ്രയാസം. എന്തായിരുന്നാലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിരാശപ്പെടാതെ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളും ഐക്യമത്യത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ടാൽ ഏത് കാര്യവും സാധിച്ചു തരാം എന്ന് കർത്താവ് പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത് നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ഇല്ലെങ്കിൽ പോലും വിശ്വസിക്കുക. കർത്താവെ, ഒരത്ഭുതം അങ്ങ് ചെയ്യണമേ. വിടുതൽ ഉണ്ടാകട്ടെ, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ആസ്മ രോഗം സൗഖ്യമാകട്ടെ, അപസ്മാരം സൗഖ്യമാകട്ടെ, ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും യേശുവിൻ നാമത്തിൽ, പ്രത്യേകിച്ച് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഒരു കാലിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഓർമ്മ
നഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, തിരുനാമത്തിൽ ഈ വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് അത് നൽകണമേ, ഭവനമില്ലാത്തവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളായിട്ടുള്ളവർക്ക് കൊണ്ട് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിലൊരു തീരുമാനമെടുക്കുക, എനിക്ക് മദ്യം വേണ്ട. കർത്താവെ, ആ തീരുമാനത്തിൽ നിൽക്കാൻ സഹായിക്കണമേ. ആസക്തികൾ വിട്ടുപോട്ടെ. വലിയ വിടുതൽ കർത്താവെ നീ കൽപ്പിച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിങ്കളാഴ്ച വീണ്ടും പ്രത്യേകമായ സന്ദേശങ്ങളുമായി അനുഗ്രഹങ്ങളെ കുത്തി നിറച്ചുകൊണ്ട് ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കാം. തത്സമയ സംപ്രേഷണം നിങ്ങൾക്ക് കാണാം. കൂടാതെ നമുക്ക് ഈ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. സീ യു ഓൺ മൺഡേ. ബൈ. ദൈവം വച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലൂടെ, കാലത്തിൻ്റെ വ്യത്യാസങ്ങളിലൂടെ അതിനെ ഡിസേൺ ചെയ്ത് വിവേചിച്ച് മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ നമുക്ക് ക്രമം തെറ്റാതെ, ദൈവിക വഴിയിൽ നിന്നും വിട്ടുപോകാതെ, ദൈവത്തിൻ്റെ ടൈമിംഗ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും.